വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് സംസ്ഥാന സർക്കാർ വികസന സദസ്സ് നടത്താൻ തീരുമാനിച്ചത്. എന്നാൽ ഇത് സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചാരണമാണെന്നും പൊതുമുതൽ ദൂർത്തടിക്കുകയാണെന്നും വിമർശിച്ച് പരിപാടി ബഹിഷ്കരിക്കാനായിരുന്നു UDF തീരുമാനം. സർക്കാർ പരിപാടിക്കെതിരെ പ്രചരണം സംഘടിപ്പിക്കാനും തീരുമാനിച്ചു. എന്നാൽ തദ്ദേശ സദസ്സിൽ പങ്കെടുക്കണമെന്നും പരിപാടി ഗംഭീരമായി നടത്തണമെന്നുമാണ് മുസ്ലിം ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് MLA തദ്ദേശ ഭരണ അധ്യക്ഷന്മാർക്ക് നൽകിയ നിർദ്ദേശം. UDF ബഹിഷ്കരിക്കാൻ തീരുമാനിച്ച സർക്കാർ പരിപാടി വിജയിപ്പിക്കാൻ ലീഗ് മലപ്പുറം ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത് വിവാദമായി. ആശയക്കുഴപ്പം വ്യക്തമാക്കുന്നതായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം. അല്ലാതെ മലപ്പുറത്ത് എന്താ സംഭവിച്ചത് എന്നതിനെ കുറിച്ച് ഞങ്ങളുടെ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം നടത്തിയതിനു ശേഷം മലപ്പുറത്തെ നേതാക്കന്മാർ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അതിന് വേണ്ടുന്ന നടപടികൾ തീർച്ചയായും ഞങ്ങൾ സ്വീകരിച്ചിരിക്കും. ലീഗ് നിലപാട് സ്വാഗതം ചെയ്ത് CPM-ഉം രംഗത്തെത്തി. ശരിയായ നിലപാട് സ്വീകരിക്കുന്നവരോട് CPM-ഉം ശരിയായ നിലപാട് എടുക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹകരിക്കണം, എല്ലാവരും സഹകരിക്കണം. അത് കക്ഷി രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാറി നിൽക്കാൻ പാടില്ല എന്നാണ് ആദ്യം മുതലേ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഒരു വികസനവും നടത്താൻ കേരളത്തിൽ അനുവദിക്കില്ല എന്ന രാഷ്ട്രീയ തീരുമാനമെടുത്തവരാണ് UDF. അതിൻ്റെ പ്രതിഫലനമാണ്. പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മലപ്പുറവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കാണാൻ സാധിച്ചു. അതേസമയം സർക്കാർ പരിപാടി വിജയിപ്പിക്കാനല്ല ലീഗ് തീരുമാനിച്ചതെന്ന വിശദീകരണവുമായി ലീഗ് മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ് രംഗത്തെത്തി. നമ്മുടെ ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആഭിമുഖ്യത്തില് അത് പഞ്ചായത്തുകള്, മുനിസിപ്പാലിറ്റികള്, കോർപ്പറേഷനുകള്, അതേപോലെ ബ്ലോക്കില്, ജില്ലാ പഞ്ചായത്തിൽ കിടന്ന വികസന പദ്ധതികൾ അത് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് നല്ല നല്ല സദസ്സ് സംഘടിപ്പിച്ചുകൊണ്ട് ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നല്ല പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടാണ്. സർക്കാരിനോട് മുസ്ലിം ലീഗ് മൃദു സമീപനം സ്വീകരിക്കുന്നുവെന്ന നേരത്തെ പല കോണുകളിൽ നിന്നും വിലയിരുത്തൽ ഉണ്ടായിരുന്നുവെങ്കിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സാഹചര്യം മാറിയിരുന്നു. ഇപ്പോഴത്തെ നിലപാട് മാറ്റത്തിന് പിന്നിൽ മറ്റ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടോയെന്നാണ് ഉയരുന്ന ചോദ്യം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.